ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ജൂനിയർ അക്കൗണ്ടന്റ് അതേപോലെ അക്കൗണ്ടന്റ് ക്ലർക്ക് തുടങ്ങിയ നോട്ടിഫിക്കേഷനുകൾ PSC ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് മറക്കണ്ട, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 15 അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് കുട്ടികൾ ചോദിച്ചത്. അപ്പോൾ ആ സംശയങ്ങൾ നമ്മൾ ഇന്ന് ചിക്കുമോൻ സാറിനോട് ചോദിച്ച് പരിഹരിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം കുട്ടികൾ ചോദിച്ചത് ഇതിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കിയാൽ അറിയാം, ബികോം ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. ആ എക്സാമും പറയുന്നത് നമുക്കൊരു ബികോം ലെവൽ, അവര് ബികോം ക്ലാസ്സുകളിൽ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ ആ ഡിഗ്രിയുടെ GK സെക്ഷൻ ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാം. പക്ഷെ ഇതില് ഈ പറഞ്ഞ GK സെക്ഷനുകളൊക്കെ ഉണ്ടോ? നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു എക്സാമിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ്, മാത്സ്, GK ഇല്ല. അതായത് ആ 100 മാർക്കിനും ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാമിന് കുട്ടികൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു ബികോം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പം സിലബസും നമ്മുടെ ബികോം ക്ലാസ്സുകളിലെ അതേ മോഡ്യൂളുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അവർ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് പൊടി തട്ടിയെടുക്കുകയാണ് വേണ്ടത്. എക്സാമിന് നമുക്ക് മുൻപിൽ കുറച്ച് മാസങ്ങളുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ എന്തായാലും എക്സാം വരും. 6 മാസ ടൈമില് ഏത് രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തിയാൽ ഇതേപോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാം. അതേപോലെ 2 നോട്ടിഫിക്കേഷനുകളായിട്ടാണ് എക്സാം വന്നിരിക്കുന്നത്. 363/2025 364/2025. ഈ 2 നോട്ടിഫിക്കേഷനുകൾക്കും ഒറ്റ എക്സാം ആണോ അതോ 2 എക്സാം ആണോ എന്നുള്ളതാണ് പിന്നീട് കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു സംശയം. നമുക്ക് ഈ ഒരു 2 നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള എക്സാം ഒറ്റ ഒരു എക്സാം ആയിരിക്കും. ഓക്കെ. ഇതിന് പ്രിലിംസ് 2 റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. 2 റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. പ്രിലിംസ്, മെയിൻസ് എന്നില്ല, നമുക്ക് ഒരൊറ്റ എക്സാം മാത്രമാണ് ഈ ഒരു എക്സാം ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുക. ഇപ്പൊ 3 വർഷം കൂടുമ്പോൾ വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സാം സാർ എഴുതിയിട്ടുണ്ടായിരുന്നോ? ആ എക്സാമിന്റെ ടഫ്നെസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബികോം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ്. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാത്തതിന് കാരണം അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടൊക്കെ ആ ഒരു കാര്യം മനസ്സിലോട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് തികച്ച ഒരു OMR എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്നുള്ള വൺ വേർഡ് ആ ഒരു എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഒരു എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നുമല്ല. അപ്പൊ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചിട്ടയായ പരിശീലനമാണ് വേണ്ടത്. കാരണം അവർ പഠിച്ച ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ മുഴുവൻ അവർ റെഫർ ചെയ്ത് പോകുവാനുള്ള സമയം അവർക്കില്ല. അപ്പൊ ഇനി അവർക്ക് വേണ്ടത് എല്ലാം ഷോർട്ട് കട്ട് ആയിട്ട് ലഭിക്കും. അതായത് ഇനി 6 മാസം, ഏകദേശം 6 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലാണ് PSC സാധാരണ എക്സാമ്പിൾ നടത്തുന്നത്. അപ്പൊ ഈ 6 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണോ ഇതിന്? അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണോ? എങ്ങനെ നമ്മൾ ആ ഒരു സിലബസിനെ ഈ 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കണം? നമ്മൾ ഇവിടെ ക്യാപ്സ്യൂൾ പരിവത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഏറ്റവും ക്യാപ്സ്യൂൾ ആയിട്ട് നമ്മൾ ഓരോ മോഡ്യൂളിനെയും ഓരോ ക്യാപ്സ്യൂൾ ആയിട്ടാണ്. അവർക്ക് എക്സാമിന് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ എക്സാം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അത് മാത്രമായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കുക. ഇപ്പൊ നമ്മള് ബികോമിന്റെ ഒക്കെ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 100-200 പേജുകളുണ്ട്. ആ ഒരു പുസ്തകം വായിച്ച് തീർക്കണമെങ്കിൽ, ആ ഒരു പുസ്തകം വായിച്ച് ഇവർ നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും. പക്ഷെ ആ ഒരു തയ്യാറെടുപ്പുകൾ വളരെ സുഗമമാക്കുന്ന, അല്ലെങ്കിൽ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി തന്നെ നമ്മൾ ഇതിന്റെ എല്ലാ മോഡ്യൂൾ വൈസ് ക്യാപ്സ്യൂൾ ആയിട്ടുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ മോക്ക് എക്സാമ്പിൾ, കഴിഞ്ഞ എക്സാമിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു എക്സാം പാറ്റേണിൽ നിന്ന് നമ്മൾ കുറച്ച് മോക്ക് എക്സാമുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം നമ്മളോട് കുട്ടികൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു. നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി, കഴിഞ്ഞ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2026 ഒക്ടോബർ ആകുമ്പോഴത്തേക്കും കഴിയും. അപ്പം അതിന് മുന്നോടിയായിട്ട് എന്തായാലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് അവർക്കറിയാം. അപ്പം കോമ്പറ്റീഷൻ കുറവായ ഒരു എക്സാം ആയതുകൊണ്ടും ബികോംകാർ മാത്രം എഴുതുന്ന ഒരു എക്സാം ആണ്. സാധാരണ ഡിഗ്രി ലെവൽ എക്സാം പോലെയല്ല, ബികോംകാർ മാത്രം എഴുതുന്ന ഒരു എക്സാം ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായിരിക്കും. പക്ഷേ തീരെ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് ലെവൽ കൂടി നടക്കുന്ന ഒരു എക്സാമും കൂടെയാണ്. പിന്നീട് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി ബികോം ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് ഉള്ള ഒരുപാട് പേരുണ്ട്.
ബികോം കഴിഞ്ഞ് ഇപ്പോൾ വേറെ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം, ഒരുപാട് ഇപ്പോൾ ഗ്യാപ്പ് വന്നവരുണ്ടാവാം. അപ്പൊ ഈ ഗ്യാപ്പ് വന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാരുണ്ടാവാം, വേറെ ജോലി കിട്ടിയവരുണ്ടാവാം, ഇവരെ സംബന്ധിച്ച് ഈ 6 മാസം കൊണ്ട് ഇത് മേക്ക് ചെയ്യുക, ഈ പറഞ്ഞ ഡിഗ്രി ലെവലിൽ കാര്യങ്ങൾ വീണ്ടും പൊടിതെറ്റിയെടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ആണെങ്കിൽ അത് ഏത് രീതിയിലുള്ള പഠനം അവര് മുന്നോട്ട് കൊണ്ടുവരണം? അതിന് ചെയ്യേണ്ടത് അവർക്ക്, ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പൊടി തട്ടിയെടുക്കൽ മാത്രമാണ് അവർക്കും ആവശ്യമുള്ളത്. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളവർക്കാണെങ്കിലും വേണ്ടത് എന്താണ്? ഒരു റിവിഷനാണ്. കാരണം അവർ +2 ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്ന അക്കൗണ്ടൻസിയുടെ ബേസ് മുതൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബികോമിലേക്ക് ഒരു കോസ്റ്റ് അക്കൗണ്ടൻസി വരെ വരുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഓരോ മോഡ്യൂളിനും ഒരു നിശ്ചിത വെയിറ്റേജ് ഉണ്ട്. അതുപോലെ ഓരോ മോഡ്യൂളിനും അതിൽ നിന്ന് ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ പോകുന്ന പോർഷൻസ് ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗ്യാപ്പ് വന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം വേണ്ടത് ഒരു ചിട്ടയായ പരിശീലനമാണ്. അതിന് വേണ്ട ഒരു കണ്ടിന്യൂറ്റി അല്ലേ? എല്ലാ ദിവസവും അതൊന്ന് റിഫ്രഷ് ചെയ്യുക, കവറപ്പ് ചെയ്യുക തുടങ്ങിയ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ ഒരു എക്സാമിന് ഇനി ഒരു 6 മാസം നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ കൂടുതൽ എക്സാമുകൾ ഇവർ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ പഠിച്ചിറങ്ങിയവരുണ്ടാവുമല്ലോ, ഇപ്പൊ ബികോം ഓൾറെഡി കഴിഞ്ഞവരാണ്. അപ്പൊ അവർക്കും സ്വാഭാവികമായിട്ട് ഇത് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കാണും. അവർക്ക് അഡ്വാൻറ്റേജ് കുറച്ച് കൂടുതലുണ്ട്. കാരണം അവരിപ്പോ പഠിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അവർക്ക് എന്താണ്, ജസ്റ്റ് ഒന്ന് റിവിഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് HSST കൊമേഴ്സിന്റെ എക്സാം ഈ ഇടയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അങ്ങനെ ഈ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരമാണ്. കാരണം അവർ ഇതിനു വേണ്ടി തന്നെ ഇതേ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ മാസമായിരുന്നു HSST കൊമേഴ്സിന്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു എന്താണ്, നിസ്സാരം, ഒരു പുഷ്പം പോലെ പ്രോപ്പർ റിവിഷൻ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ CCയിലെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്. ഇൻ കേസ് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല, ഡെയിലി ലൈവുകളുണ്ടോ? നമുക്ക് അതിന്റെ റെക്കോർഡഡ് വെർഷൻ വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവിന്റെ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ PDF നോട്ടുകൾ, മോഡൽ എക്സാമുകളുണ്ട്, വീക്കിലി എക്സാം ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഡൗട്ടുകൾ അന്നു തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അപ്പം ഈ തവണത്തെ ഈ ഒരു എക്സാം നമുക്കറിയാം 363/2025, 364/2025. ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഈ ഒരു എക്സാം നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ CCയോടൊപ്പം നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ, ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ October 15 ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈറ്റൊക്കെ ബിസി ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ളവർ October 15 ലാസ്റ്റ് ഡേക്ക് മുന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ അതിന് മറുപടിയുമായിട്ട് നമ്മൾ വരാം. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്